എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തേക്കും നല്ല മഴയും തണുപ്പും കാറ്റും ഒക്കെ അല്ല, ഇങ്ങോട്ട് നല്ല മഴയും തണുപ്പും കാറ്റൊക്കെ ആട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കണേ. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ കാരണം ഇന്ന് പിള്ളേർക്ക് ക്ലാസ് പോലും ഇല്ലാണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ഒരു ഉച്ചത്തോർച്ച കിട്ടിയതാട്ടോ. അന്നേരം ഞാൻ ഒന്ന് ഇറങ്ങിയത്. ആ പറമ്പ് നന്നായിട്ട് കാട് കയറി മൂടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പറമ്പിക്കൂടെയുള്ള ഒരു ചെറിയ തോട്, അല്ലെങ്കിൽ കൈത്തോട്, കാനാന്നൊക്കെ പറയാവേ, പിള്ളേരുടെ ഒരു സന്തോഷത്തിന് അലക്കാനും കുളിക്കാനും അവരെ കുളിപ്പിക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടാൽ നല്ല വെള്ളം ഉണ്ടാവും. കാടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാലല്ല വെള്ളം ഒഴുകി പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അതാട്ടോ ഇന്നത്തെ പരിപാടി. ചപ്പൊക്കെ ഫുള്ള് ചാടി ചീഞ്ഞ് കിടക്കുമായിരുന്നു. അതുപോലെ നന്നായിട്ട് കാട് നല്ല ഈ പടരം പുല്ലില്ലേ, അത് ഫുള്ള് കയറി മേഞ്ഞ് കിടക്കും കേട്ടോ. ഈ പറമ്പിലെ മൊത്തം തെളിക്കാനുണ്ട്. അപ്പോൾ ഇത് ആദ്യം ചെയ്യുവാണെങ്കിൽ ഇത് പിള്ളേർക്കൊരു സന്തോഷം ആയിക്കോളുമല്ലോ. അതാണ് ഇത് ആദ്യം ചെയ്യാൻ ഞാൻ ഇറങ്ങിയത് കേട്ടോ. അതുപോലെ തന്നെ ഈ തോട്ടിൽ മൊത്തം ചേമ്പ്, അപ്പോൾ ചേമ്പൊക്കെ ഓരോന്നായിട്ട് തോട്ടിൽ നിന്ന് പറിച്ച് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കിഴങ്ങ് വീണ്ടും വീണ്ടും ഉണ്ടായി വരുമല്ലോ. അപ്പോൾ അത് പറിച്ച് കളഞ്ഞിട്ട് പുല്ലൊക്കെ അങ്ങ് ചെത്തിയെടുക്കുക കേട്ടോ ചെയ്തത്. പുല്ലുണ്ട്, കരിയിലുണ്ട്, അതൊക്കെ തൂമ്പയ്ക്ക് രണ്ട് സൈഡിലേക്കും അങ്ങ് വകഞ്ഞ് മാറ്റി അങ്ങ് ക്ലിയർ ചെയ്യുവാണ് ഞാൻ ചെയ്തത്. മക്കൾ രണ്ടും കൂടെ വീട്ടിലിരുന്ന് കളി കേട്ടോ. അവരെ അറിയിക്കാണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാൽ അവർ ചാടി ഓടി വരും. ഇവിടെ മൊത്തം കാടൊക്കെയാലോ, അതൊന്ന് ക്ലിയർ ചെയ്താണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഇന്നത്തെ പരിപാടി അത്യാവശ്യം നല്ല പണി, നല്ല മടുത്ത് പോകാൻ പാകത്തിനുള്ള പണി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആ നേരത്തൊന്ന് മഴ പെയ്യാണ്ടൊന്ന് അത്രയും ഒന്ന് ഒരു ഇത് കിട്ടി നമുക്ക്. അപ്പോൾ അതുകൊണ്ടൊന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞു കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ കണ്ടത്തിലിങ്ങനെ ഈ മഴ പെയ്യുമ്പോൾ ഞാറ് നടന്ന ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് മാറ്റി മാറ്റിയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പോണ വഴിക്കേ ഫുള്ള് കണ്ടോണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ചെളിമണ്ണിൻ്റെ മണവും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇത് ചെയ്തപ്പോൾ ഞാൻ അതിങ്ങനെ ഓർക്കുമായിരുന്നേ. ഇതിലിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നന്നായിട്ട് കാല് താന്നു കൊണ്ടിട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാലിൽ ഞണ്ട് ഇറുക്കണ്ടോ എന്നൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നേ. കാപ്പിയുടെയും കൊക്കോയുടെയും കുറച്ച് കമ്പങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ. നമുക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണേ അങ്ങ് വെട്ടിക്കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. നമ്മുടെ ഈ പറമ്പിൻ്റെ നടുവിലൂടെ ഒഴുകണ ഈ കൊച്ചു തോടും അവിടെ പിള്ളേർ കുളിക്കണതും അങ്ങനെയായി ഈ വെള്ളവും അലക്കും എല്ലാം അങ്ങനെ ഒരു വീഡിയോ ആട്ടോ ഇൻക്ലൂഡ് ചെയ്തേ. അപ്പോൾ നല്ലൊരു റീച്ച് ഉണ്ടായിരുന്നു അതിന്. കരിയിലും പുല്ലും കൂടെ ഇങ്ങനെ വെട്ടിമാരി രണ്ട് സൈഡിലേക്ക് വയ്ക്കാൻ നല്ല വെയിറ്റ് ആട്ടോ. ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണോണ്ടേ നല്ല വെയിറ്റ് ആയിരുന്നേ. അപ്പോൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. എന്താ തൊട്ട് താഴെയാണ് നമ്മുടെ അലക്കലും കുളിക്കലൊക്കെ ഉള്ളത്. പക്ഷേ ഈ മാസമൊക്കെ അങ്ങനെ കുളിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വെള്ളത്തിന് നല്ല ആലിപ്പഴത്തിന് തണുപ്പാട്ടോ. നമ്മുടെ അവിടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അറിയാം നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ജലദോഷവും ചുമയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ പറമ്പിക്കൂടെ ഒരു തോടും കൈത്തോടോ ഒരു ചെറിയൊരു കാനിയോ എന്തെങ്കിലും അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ ആരാ ഇഷ്ടപ്പെടാത്തത് അല്ലേ? നമ്മുടെ പിള്ളേർക്കും ഒന്ന് വന്ന് കുളിക്കാനോ ഒന്ന് ജസ്റ്റ് ഒന്ന് അലക്കിയെടുക്കാനോ അങ്ങനെയൊക്കെ ഇഷ്ടമല്ലേ? എല്ലാവർക്കും പുഴയിൽ പോകാനോ വലിയ തോട്ടിൽ പോകാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമല്ലേ? ഇവിടെ പിള്ളേർക്ക് ഇഷ്ടം കേട്ടോ. അതാ ഇത് ക്ലിയർ ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകാമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ മിണ്ടില്ലേ. അവിടെ കുറേ മണ്ണുണ്ട്. അപ്പം മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയൊക്കെ ഈ പാറയുടെ ഇവിടെയാണ് നമ്മൾ അലക്കാനും പിള്ളേർ കുളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ കാറ്റത്തെ മഴയത്തൊക്കെ മൊത്തം കരിയിലൊക്കെ ആവും. പക്ഷെ നമ്മൾ വരുമ്പോൾ അങ്ങനെ മാറ്റി തന്നാൽ മതിയല്ലോ. ഈ തവണ ഇപ്പോഴാണൊന്ന് കളിക്കാൻ വന്നത്. അപ്പം ഞങ്ങളുടെ പറമ്പിലെ ചെറിയ തോട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം.